അപ്പൊ മഴക്കാലത്ത് ഏതൊക്കെ കൃഷി ചെയ്യണം, അതുപോലെ മഴയ്ക്ക് മുമ്പ് എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്യണം, അതുപോലെ മഴക്കാല സംരക്ഷണം, അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഒരു സംശയമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് മഴക്കാല കൃഷി പരിചരണം, സംരക്ഷണം, ഇതിനെ പറ്റിയിട്ട് പറയാനാണ് കേട്ടോ. അതായത് മഴക്കാലത്ത് നമുക്ക് ചീര ഒഴികെ ബാക്കി എല്ലാം കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതിനുള്ള ഒരു സംരക്ഷണവും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ അതിനുള്ള ഒരു പരിചരണം കൊടുക്കേണ്ടത് എന്തൊക്കെയാന്നുള്ളത്, അപ്പോൾ അത് നമ്മൾ ആ ചെടീനെ കാണിച്ചിട്ട് പറയാം. അതിനു മുമ്പ് നമുക്ക് മഴക്കാല ഒരുക്കങ്ങളുണ്ട്. മഴക്കാലത്തിന് മുമ്പ് നമുക്ക് എന്തെല്ലാം കരുതി വെക്കണം എന്നല്ലേ. നമ്മൾ തീർച്ചയായിട്ടും മണ്ണ് നമ്മൾ കരുതി, അതായത് നനയാത്ത മണ്ണ് നമ്മൾ ഒരു ചാക്ക് തീർച്ചയായിട്ടും കരുതി വെക്കണം. അതിപ്പോ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത് തന്നെ വേണമെന്നില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചെടിക്ക് ഒരു മണ്ണ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് പറമ്പിൽ നിന്ന് നനഞ്ഞ മണ്ണ് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അപ്പൊ ആദ്യം നമ്മൾ കുറെ മണ്ണ് ഉണങ്ങിയ മണ്ണ് ഇപ്പൊ തന്നെ മാറ്റി വെക്കണം. രണ്ടാമത് നമുക്ക് ഡോളോമേറ്റിന്റെ അത്യാവശ്യം വരും. അപ്പൊ ഡോളോമേറ്റ് കരുതി വെക്കണം, വേപ്പിൻ പിണ്ണാക്ക് കരുതി വെക്കണം, സ്യൂഡോമോണസ് കരുതി വെക്കണം. ഇത്രയും സംഭവങ്ങൾ നമുക്ക് കരുതി വെച്ചാൽ മതി. മണ്ണും ഡോളോമേറ്റും സ്യൂഡോമോണസും വേപ്പിൻ പിണ്ണാക്കും കരുതി വെക്കുക. ഇനി ബാക്കി നമുക്ക് മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മഴ വരുന്നേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം, മഴ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ചെടി ഇതേപോലെയൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പൊ ആരെങ്കിലും അതിന് കമ്പ് കുത്തി കൊടുക്കാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മഴയ്ക്ക് മുന്നേ തന്നെ നമ്മൾ നല്ലൊരു കമ്പെടുത്ത് കുത്തി നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കണം. കാരണം മഴയ്ക്കൊപ്പം തന്നെ നമ്മൾ കാറ്റിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ കാറ്റ് വീശുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ചെടി ഒടിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ എല്ലാവരും പോയിട്ട് നോക്കുക, നിങ്ങളുടെ ചെടിയൊക്കെ കമ്പ് കുത്തി കറക്റ്റായിട്ട് നിർത്തിയിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. പിന്നെ മഴ പെയ്യാൻ തുടങ്ങണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ചെടിയിൽ ഇപ്പൊ ഇങ്ങനെ കരിയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മള് പൊതയൊക്കെ ഇട്ടിട്ടുണ്ടാവും, കരിയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് കരിയിലുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കരിയിലുണ്ടെങ്കിൽ അത് ചീഞ്ഞ് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ച് കരിയിലാണോ ഉള്ളതെങ്കിൽ കുഴപ്പമില്ല, അത് അതിലോട്ട് തന്നെ പൊടിച്ച് ചേർത്ത് മണ്ണായിട്ട് കറക്റ്റാക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അതല്ല കൂടുതൽ കരിയില ഉണ്ട് എന്നുണ്ടെങ്കിൽ, മഴ നന്നായിട്ട് പിടിച്ചു കൂടുതൽ കരിയില ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റി വേറൊരു ചാക്കിലോട്ട് മാറ്റി വെക്കണം. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് കരിയില ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ചോട്ടിലോട്ട് നന്നായിട്ട് അങ്ങ് കൂമ്പാരാക്കി വെക്കാനായിട്ട് മറക്കരുത്. പിന്നെ ശക്തിയായിട്ട് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗ്രോ ബാഗ് പതിയെ ഒന്നിങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി നമ്മൾ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വളങ്ങളും മറ്റും പോവാതിരിക്കാനായിട്ട് സഹായിക്കും. മനസ്സിലായോ? അതായത് ഒന്നും കൂടെ കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കരിയിലുണ്ടെങ്കിൽ അത് മാറ്റി കളഞ്ഞ ശേഷം നിങ്ങൾ ഇട്ടിട്ടുള്ള വളങ്ങളും മറ്റും പെട്ടെന്ന് ഒലിച്ചു പോവാതിരിക്കാനായിട്ട് ഫുള്ളായിട്ട് മൂടേണ്ട ആവശ്യമില്ല. കുറച്ച് ഇങ്ങനെ ആക്കി നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്യുക. അപ്പം ഇതേപോലെയുള്ള ചെറിയ ചെറിയ കവറിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിത് അങ്ങ് മാറ്റാനും ഒക്കെ എളുപ്പമാണ്. അതുപോലെ ചെടിച്ചട്ടിയിലാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഹോളൊക്കെ കറക്റ്റ് അല്ലേ, ശരിയായ രീതിയിൽ വെള്ളമൊക്കെ പോകുന്നില്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ചിരട്ടിയോ ചകിരിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓടിൻ്റെ കഷ്ണോ എന്താണ് ഉള്ളതെങ്കിൽ അതെടുത്ത് മഴയ്ക്ക് മുന്നേ നിങ്ങളുടെ ഗ്രോ ബാഗ് അതിലൊന്ന് കയറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അത് വളരെ സഹായിക്കും. അപ്പം ഇങ്ങനെ അത് വെച്ച് അതിൻ്റെ മേലെ നിങ്ങൾ ഗ്രോ ബാഗ് വെച്ച് വടിയൊക്കെ കുത്തി ഇത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. മഴക്കാലത്ത് വരുന്ന വലിയൊരു പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ. അപ്പം ഇതിൻ്റെ ചോട്ടിൽ ഇതേപോലെ ചകിരിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ ഓട്ടുമുറിയൊക്കെ വെച്ച് നിങ്ങൾ അതിൻ്റെ മേലെ ഗ്രോ ബാഗ് വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ധാരാളമായിട്ട് പോകാനായിട്ട് സഹായിക്കും. അതല്ല ഈ മണ്ണിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എല്ലാത്തിനും കെട്ടിയിട്ടില്ല, നമുക്ക് എല്ലാത്തിനും കെട്ടണം. അതുപോലെ തന്നെ
നമ്മൾ കരിയില എല്ലാത്തിനും മാറ്റിയിട്ടില്ല, മാറ്റണം. പിന്നെ എല്ലാതും നമ്മളിങ്ങനെ വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഗ്രോ ബാഗിൽ ചെയ്തവരാവില്ല അല്ലേ, മണ്ണിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം മണ്ണിൽ ചെയ്തവർ എന്ത് ചെയ്യണം, അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ഏരി കൂട്ടി കൊടുക്കണം. അതിൻ്റെ ചോട്ടിലോട്ട് നന്നായിട്ട് അങ്ങ് ഏരി കൂട്ടി കൊടുക്കുക. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ചാല് കീറി കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒഴുകി പോകാനായിട്ട് സഹായിക്കും. വെള്ളം കെട്ടി നിന്നിട്ടാണ് പലപ്പോഴും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരിക. എന്നിട്ട് നമ്മൾ പിന്നെയും നമുക്കിങ്ങനെ ഇലകളിലൊക്കെ മഞ്ഞ കളറോ എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക, സ്യൂഡോമോണസ് കൊടുക്കുക. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ പോവും. അപ്പോൾ മണ്ണിൽ ചെയ്തവരും ശ്രദ്ധിക്കുക, എന്ത്, അതിന് നന്നായിട്ട് ഏരി കൂട്ടി കൊടുക്കുക, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചാല് കീറി കൊടുക്കുക. അപ്പോൾ ഈ പ്രശ്നമൊന്നും വരില്ല. നിലത്ത് വെച്ചവരും നന്നായിട്ട് കമ്പ് കെട്ടി കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ ഇപ്പം നമ്മൾ ഇപ്പം ചെടിയുടെ നല്ല വളർച്ചയ്ക്കായിട്ട് ഇതേപോലെ ഇപ്പോൾ നമ്മളുടെ ചെടിയുടെ ഇങ്ങനെ കീടബാധ ഇല്ലാതിരിക്കാനും അതുപോലെ നല്ല വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വിത്തുകളൊക്കെ പാകി കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മളിപ്പോൾ പയറോ കടലോ മുതിരയോ ഒക്കെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ മുളച്ചു വരും. കണ്ടോ, നമുക്ക് അങ്ങനെ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പരിവാവണ സമയത്ത് നമ്മൾ നന്നായിട്ട് അത് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ചോട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുതിരയൊക്കെ ആവണ സമയത്ത് അതിന് കീടബാധ വരാതിരിക്കാനും അതുപോലെ നല്ലൊരു വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലിപ്പോൾ സാധാരണ പയറും മുതിര ഇതൊക്കെ നമ്മൾ അരിച്ചിട്ടാണല്ലോ കറി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു അടി വരുന്നതുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ടാൽ മതി. അപ്പം അത് ഇതേപോലെ കിളിച്ചിട്ട് വരും. അപ്പം അത് നമ്മളൊന്നിങ്ങനെ ഇളക്കി അത്യാവശ്യം ഇത്രയും ഉയരം വരുന്ന സമയത്ത് ഇളക്കി ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കീടബാധ ഉണ്ടാവില്ല. ഇതിന് നല്ലൊരു വളം തന്നെയാണ്. അപ്പം അതും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്, മഴയ്ക്ക് മുന്നോടിയായിട്ട് ചെയ്യേണ്ടത് ഒക്കെ ഉള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിൽ സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഇതിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ എല്ലാതും പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഇത് നമ്മുടെ സംശയങ്ങൾ ചോദിക്കുന്ന ഗ്രൂപ്പിൻ്റെ നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും നമുക്ക് കാണാം.